ഗംഗേ, ഈ നേരത്ത് ഈ ബാഗുമായിട്ട് നീ എവിടേക്കാ? അത് പിന്നെ നീ എന്താ പരുങ്ങുന്നത്? നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ എന്തോ ഒളിക്കുന്നുണ്ട്. ഈ ബാഗിലെന്താ? എന്റെ കൂട്ടുകാരിയുടെ ബന്ധുവിന് പെട്ടെന്നൊരു ഓപ്പറേഷൻ. അവർക്ക് പണം വേണമെന്ന് പറഞ്ഞു. കൊടുക്കാൻ കൊണ്ടുപോവുക. ഈ രാത്രിയിലോ? രാത്രിയിലാണ് അത്യാവശ്യം. ആനന്ദ് എന്തിനാ സംശയിക്കുന്നത്? ഞാനിത് കട്ടതും മോട്ടിച്ചതൊന്നും അല്ല. ഇത് എന്റെ പണം. ഏതായാലും പണമായിട്ട് പോകുന്നതല്ലേ, ഞാനും കൂടി വരാം. എന്താ വരുന്നില്ലേ? അപ്പോ ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. ആനന്ദ തെറ്റിദ്ധരിക്കുക. എന്നാ വാ. ഏതായാലും രാത്രിയിൽ ഈ പണമായിട്ട് ഒറ്റയ്ക്ക് പോണ്ട. ഹലോ, അതെ അതെ, ഞാൻ മെയിൽ അയച്ചിരുന്നല്ലോ. ആ ഷിപ്മെന്റ് നാളെ വരും. അതെ അതെ, ശരി. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഹലോ ഗംഗേ, നീ വന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞ പണം മുഴുവൻ കയ്യിലുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. എങ്കിൽ നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മുൻപോട്ട് നടന്ന് ഗേറ്റിനുള്ളിൽ നിൽക്കുന്ന ചെമ്പകത്തിന്റെ അടുത്തേക്ക്. പിന്നെ പോകും മുമ്പ് ഗേറ്റിലെ ലൈറ്റ് ഓഫ് ആക്കാൻ മറക്കണ്ട. ഫോൺ കട്ട് ചെയ്യുകയും വേണ്ട. നിന്റെ കയ്യിലിരിക്കുന്ന പെട്ടി അവിടെ ചെമ്പകത്തിന്റെ ചോട്ടിൽ വെക്ക്. ഏത് ചെമ്പകം? മുമ്പിലെ ഗേറ്റിന്റെ അറ്റത്തെ ചെമ്പകത്തിന്റെ ചോട്ടിൽ. പെട്ടി വെച്ചു കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ തിരികെ പൊക്കൂടെ നിനക്ക്. ക്യാഷ് ആരും കാണാൻ പാടില്ലല്ലോ, നിങ്ങൾ വന്ന് എടുക്കൂ. എടീ ബുദ്ധിമതി, നിന്റെ സാമർഥ്യം കാണിക്കേണ്ട സമയമല്ലിത്. ക്യാമറ കണ്ണുകളെയും ഉണർന്നിരിക്കുന്ന നിന്റെ നഗ്ന നേത്രങ്ങളെയും മറച്ച് ഈ തൃച്ചംബരത്ത് എനിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ചലനങ്ങൾ വരെ എനിക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ ആരാണെന്ന് കണ്ടെത്താനാണ് നിന്റെ ശ്രമമെങ്കിൽ അതിന് നാഗമഠത്തെ പ്രിയങ്കയുടെ സഹോദരി വളർന്നിട്ടില്ല. പാഴ് ശ്രമമാണത്. ഞാൻ പണപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കഴിഞ്ഞു. നീ തൃച്ചംബരത്തിന്റെ ഭൂമിശാസ്ത്രമൊന്നും എന്നെ പഠിപ്പിക്കണ്ട ഗംഗേ. ഇപ്പോൾ അത് എന്റെ പണം. അതെങ്ങനെ കരസ്ഥമാക്കണമെന്നും സൂക്ഷിക്കണമെന്നും എനിക്കറിയാം. അധികം മഞ്ഞുകൊള്ളാതെ മടങ്ങിപ്പോ. പണം ഞാൻ തന്നു. എന്റെ വ്യവസ്ഥ പാലിച്ചു. ഇനി ആ ഡോക്യുമെന്റ്സ് എനിക്ക് തരണം. ഉടമ്പടികളൊന്നും ഞാൻ ലംഘിക്കാറില്ല. ഡോക്യുമെന്റ്സ് നിന്റെ അടുത്തേക്ക് വരും. തൃച്ചംബരത്തിന്റെ ഇരുൾമറയിൽ നീ മടങ്ങിപ്പോകുന്നത് കണ്ടിട്ടേ ഞാൻ പണപ്പെട്ടിയെടുക്കൂ.
ഡോക്യുമെന്റ്സ് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ല. എന്നിട്ട് ഫോൺ ചെയ്യാൻ വീണ്ടും. തെറ്റ് പറ്റിയത് എനിക്കാ. ഹലോ, എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? സമാധാനമായി ഉറങ്ങാൻ എന്റെ കൈവശമുള്ള രേഖകൾ വേണ്ടേ? ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നിങ്ങൾ ചോദിച്ച 10 ലക്ഷം രൂപ ഞാൻ ക്യാഷ് ആയിട്ട് തന്നില്ലേ? എന്നിട്ടും നിങ്ങൾ വാക്ക് പാലിച്ചില്ല. ആദ്യം വാക്ക് പാലിക്കുക, എന്നിട്ടാകാം സംസാരം. വെയിറ്റ്. അഖിലാണ്ടേശ്വരിക്ക് അവാർഡ് കിട്ടിയതിന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിന് നിങ്ങൾക്കെന്താ? ആ പാർട്ടിക്ക് ഞാൻ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നീ ചെയ്യണം. എന്താ, എന്നെ വിരട്ടുകയാണോ? നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ ഞാൻ എന്താ നിങ്ങളുടെ അടിമയാണോ? കൊള്ളാം, ശബ്ദം ഉയരുന്നുണ്ടല്ലോ. പേടിയൊക്കെ അങ്ങ് മാറിയോ? നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വാക്ക് പാലിച്ചു. പറഞ്ഞ 10 ലക്ഷം രൂപയും തന്നു. എന്നാ ഡോക്യുമെന്റ്സ് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നോ? പണം തന്നിട്ട് നിങ്ങൾ എന്നെ ചതിച്ചു. എന്നിട്ട് പിന്നെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ഇനി നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കിയാലും ഞാൻ ഭയപ്പെടില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സും ഇല്ല. ഓക്കെ, ഇപ്പോൾ തന്നെ ആ ഡോക്യുമെന്റ്സ് നിന്റെ വാട്സാപ്പിലേക്ക് ഞാൻ സെൻഡ് ചെയ്യാം. അപ്പോഴെങ്കിലും വിശ്വസിക്കുമല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വാക്ക് പാലിച്ചു. പറഞ്ഞ 10 ലക്ഷം രൂപയും തന്നു. എന്നാ ഡോക്യുമെന്റ്സ് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നോ? പണം തന്നിട്ട് നിങ്ങൾ എന്നെ ചതിച്ചു. എന്നിട്ട് പിന്നെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? എന്താ ഗംഗേ, ഈ തെളിവ് പോരെ? നീ ആരാണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് വാങ്ങാൻ നീ എനിക്ക് 10 ലക്ഷം രൂപ തന്നുവെന്ന ഈ ഒരൊറ്റ ഓഡിയോ മതി നിന്റെ തൃച്ചംബരത്തെ വാസം അവസാനിക്കാൻ. എന്താ, സംശയമുണ്ടോ നിനക്ക്? നിന്റെ സംശയം തീർക്കാൻ ഞാനിത് അഖിലാണ്ടേശ്വരിക്ക് അയച്ചു കൊടുക്കാം. എന്താ? അയ്യോ വേണ്ട, ദയവേദി വോയിസ് നോട്ട് അയച്ചു കൊടുക്കരുത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ നിനക്ക് ഭയമുണ്ട്. എന്നാൽ കേട്ടോ, അഖിലാണ്ടേശ്വരിയുടെ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഞാൻ പറയുന്നത് പോലെ വേണം നീ അനുസരിക്കാൻ. എന്താ, റെഡിയല്ലേ? റെഡിയാണ്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. എന്താ വേണ്ടെന്ന് പറയാം. അങ്ങനെ വഴിയേ വാ. ആ ഫംഗ്ഷനിൽ നീ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ വഴിയെ അറിയിക്കാം. സമാധാനമായി ഉറങ്ങിക്കോ. ശുഭരാത്രി. ബ്രോ എന്താ ഈ പറയുന്നേ? പ്രിയങ്ക നമ്മുടെ പാർട്ടിക്ക് വരുന്നു? ഉറപ്പായിട്ടും അവള് വരും. വരുന്നത് അമ്മയെ അനുമോദിക്കാനല്ല, അവഹേളിക്കാൻ. വരട്ടെ ബ്രോ, അവളുടെ അവസാനത്തെ വരവായിരിക്കും വരവ്. അവൾ വരുന്നെങ്കിൽ പാർട്ടി അലങ്കോലപ്പെടുത്താൻ തന്നെയാ. നമ്മൾ കരുതിയിരിക്കണം. അവൾ ഇതിനിടയ്ക്ക് പലതും പയറ്റി നോക്കി. അതൊക്കെ പാളിപ്പോയതിന്റെ പകയുണ്ടാവും മനസ്സിൽ. ചവിട്ടേറ്റ മൂർഖന. അവള് വരും. നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. ബ്രോ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. അവൾ ആ രീതിയിൽ കൈകാര്യം ചെയ്തോളാം ഞങ്ങൾ രണ്ടുപേരും കൂടി. അതുകൂടാതെ ഇന്നലെ രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായി. രാത്രി പണം അടങ്ങിയൊരു ബാഗുമായി ഗംഗേ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോ എന്തോ ഒരു അപകടം മണക്കുന്നില്ലേ? അല്ല, ആ ഗിരീഷ് മേനോനെ കുറിച്ച് വല്ല ഐഡിയ കിട്ടിയോ? ഞാൻ പറഞ്ഞില്ലേ അരവിന്ദ്, മേനോൻ സാറിനെ പ്രിയങ്ക ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും ഞാൻ പുറത്തു കൊണ്ടുവരും.
നടക്കാൻ പോകുന്നത് വെറും ഒരു പാർട്ടിയല്ലെന്നറിയാലോ. കരുതലോടെ വേണം ഓരോ നീക്കങ്ങളും. ആനന്ദ്, ഇത് ചെറിയ കളിയല്ല. അഖിലാന്റി അറിഞ്ഞാലുള്ള കാര്യം അറിയാലോ നിനക്ക്. എനിക്ക് ഭയം തോന്നുന്നു. ആനന്ദ്, ഇതെന്താ ക്യാരി ബാഗ് കയ്യില്? വലിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. ജീൻസും ഷർട്ടോ? ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള വരവൊക്കെ തന്നെ, പക്ഷെ ജീൻസും ഷർട്ടും അല്ല, സാരി. സാരിയോ? നീ ഇപ്പൊ പാൻസും ഷർട്ടും ഒക്കെ മാറ്റി സാരി ഉടുക്കാൻ തുടങ്ങിയോ? വേണ്ട വേണ്ട ആനന്ദ്, ഇത് എനിക്ക് ഉടുക്കാനല്ല, ഉടുത്ത് കാണാനാ. നീ കുറച്ചുനാൾ മുമ്പ് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി സാരികൾ വാങ്ങിച്ചത് നിനക്കൊടുക്കാനായിരുന്നില്ലല്ലോ, കല്യാണി കൊടുക്കാനായിരുന്നില്ലേ? ഓക്കെ, ഞാൻ കല്യാണിക്ക് കൊടുക്കാൻ സാരി വാങ്ങിച്ചു. നീ ഇത് ആർക്ക് കൊടുക്കാനാ വാങ്ങിച്ചത്? അതോ, എന്റെ പ്രണയിനിക്ക്. ഓ, എങ്ങനുണ്ട് പ്രണയോപഹാരം? ഇഷ്ടായോ? ഇഷ്ടമായോന്ന് എന്നോടാണോ ചോദിക്കുന്നത്? നീ ആർക്കാണോ വാങ്ങിയെന്ന് വെച്ചാൽ അവരോട് ചോദിക്കേ. അതെനിക്കറിയാം. നീ ഇതിന്റെ കളർ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് പറ. ആനന്ദേ, ഇതെന്താ സാരി ബോക്സുകൾ അടുക്കി വെച്ചിരിക്കുന്നത്? ആ, ഇത് സ്റ്റാഫുകൾക്ക് ഫംഗ്ഷൻ കൊടുക്കാൻ അമ്മ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആനന്ദേ, ആന്റി വാങ്ങിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല സെലക്ഷൻ ആയിരിക്കും. ആ, ഞാൻ വാങ്ങിച്ച ഈ സാരി സ്റ്റെല്ലയ്ക്ക് ഇഷ്ടപ്പെടുവോ എന്നറിയില്ല. ഒരു കാര്യം ചെയ്താലോ? ആ. ഇത് വെച്ചിട്ട് ആദ്യം തുറന്ന് എടുത്താലോ? ഇഷ്ടപ്പെടുന്ന പെണ്ണിനൊരു സാരി സെലക്ട് ചെയ്യാൻ പോലും നിനക്കറിയില്ലേ? എനിക്ക് നിന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല മച്ചു. മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനും സെലക്ഷൻ നടത്താനും എല്ലാവർക്കും വലിയ മിടുക്ക. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ കൺഫ്യൂഷനാ, അട്ടർ കൺഫ്യൂഷൻ. അതുകൊണ്ട് പ്ലീസ് ഒരെണ്ണം ഞാൻ എടുക്ക, പകരം ഒരെണ്ണം വെക്കുന്നുണ്ടല്ലോ. ദേ, ഇത് അനുവദിച്ചില്ലെങ്കിൽ നിനക്ക് പ്രണയശാപം കിട്ടും. ആന്റി വാങ്ങിയ സാരിന്ന് വേണം എന്റെ പ്രണയം പൂവിടാനെന്ന് തലവിധിയുള്ളപ്പോ മറ്റേ സാരിയും കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോ ആനന്ദ്, ഞാൻ പോയി വിജയശ്രീലാളിതിനായി തിരിച്ചു വരാം. എന്റെ പ്രണയ ദൈവങ്ങളെ അനുഗ്രഹിക്കണേ. ചെല്ല് ചെല്ല്. കുളങ്ങൾ പൊട്ടിവിടരും. നാളെ താലി കെട്ടാനുള്ളവൻ മുന്നിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ ഇവൾ എന്താ ഈ മൊബൈലിൽ കൊത്തിപ്പറക്കുന്നതെന്ന് അറിയാൻ വയ്യല്ലോ.
ഇത്ര ചങ്കുപൊട്ടി ചുമച്ചിട്ടും ഇവള് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ചുമയാണെങ്കിൽ പോയി ക്വാറന്റൈനിൽ കിടക്കാൻ നോക്ക്. വെറുതെ കോവിഡ് പടർത്തണ്ട. എനിക്ക് കോവിഡ് ക്ഷയമൊന്നുമില്ല. ഞാൻ സ്റ്റെല്ലെ കാണാൻ വന്നതാ. ഓഹോ, അതിന് വന്നാണോ? എന്നാ കണ്ടില്ലേ, പോയിക്കൂടെ? സ്റ്റെല്ല, ഞാൻ നിനക്കൊരു ഗിഫ്റ്റുമായിട്ടാ വന്നത്. എന്താണെന്ന് ഗസ് ചെയ്യാമോ? എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ഏയ് സ്റ്റെല്ല, എന്താ സ്റ്റെല്ല ഇത്? ഞാൻ നിനക്ക് വേണ്ടി എത്ര കടകൾ കയറിറങ്ങി വാങ്ങിക്കൊണ്ട് വന്നതെന്നറിയോ? ഓഹോ, അത്ര കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്നത് എന്താണാവോ? ഇതൊരു സാരിയാ. ദാ വാങ്ങിക്ക. നീ എന്താ നോക്കുന്നേ? വാങ്ങിക്കേ. വാങ്ങാം. അതിനു മുമ്പ് ഈ സാരിയുടെ കളർ എന്താണെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. തൊലഞ്ഞു. ബോക്സ് എടുത്തപ്പോ സാരിയുടെ കളർ നോക്കിയില്ലല്ലോ. എനിക്ക് വേണ്ടി കടകൾ കയറിയിറങ്ങി വാങ്ങിക്കൊണ്ടുവന്നു പറഞ്ഞിട്ട് കളർ നോക്കാൻ മറന്നുപോയോ? കൊള്ളാം. നിറം നോക്കാതെ ആരെങ്കിലും സാരി വാങ്ങിക്കോ? സ്റ്റെല്ലയ്ക്ക് ചേരുന്ന കളറാ ഞാൻ വാങ്ങിയത്. സ്റ്റെല്ലേനെ പൊട്ടിച്ചു നോക്ക്. സ്റ്റെല്ലയ്ക്ക് നല്ല കളറായതുകൊണ്ട് ഡാർക്ക് കളറാ വാങ്ങിയത്. ഓക്കെ, പ്ലെയിൻ സാരിയാണോ ഡിസൈൻ സാരിയാണോ? ആഹാ, വീണ്ടും പണി. ചുമ്മാതല്ല ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് സാരി വാങ്ങിക്കൊടുക്കാത്തത്. ഇതല്ലേ സാധനം. അത് പിന്നെ എന്താ ഉത്തരവില്ലേ? ഈ ബോക്സിനുള്ളിലെ ഏത് കളർ സാരിയാണെന്ന് ഞാൻ പറയാം. നീല കളർ സാരി. എല്ലാ സ്റ്റാഫുകൾക്കും സാരി വാങ്ങിക്കൊണ്ടുവരാൻ മേഡം എന്നെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഞാൻ കടകൾ കയറി ഇറങ്ങിയ സാരികൾ സെലക്ട് ചെയ്തത്. അതെല്ലാം ഇപ്പോ ആനന്ദ് സാറിന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. ഒരെണ്ണം കുറവായിരിക്കും. ഗുഡ്, നന്നായി. അന്ന് ഇതുപോലെ സിനിമാ പാട്ട് കോപ്പി അടിച്ച് പറയുന്നത് കേട്ടു. ഇന്ന് ഞാൻ വാങ്ങിച്ച സാരി എനിക്ക് തന്നെ കൊണ്ടുവന്ന് തന്ന് പറ്റിക്കാൻ നോക്കുന്നു. സ്വന്തം പറയാൻ ഒന്നും തന്നെ ഇല്ലല്ലേ? കളിയാക്കണ്ട, സത്യം പറയാലോ. ഞാൻ സ്റ്റെല്ലയ്ക്ക് ഒരു സാരി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാ. അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ ഇങ്ങനൊക്കെ കാട്ടിക്കൂട്ടിയത്. തനിക്ക് വേണ്ടി വാങ്ങിയ സാരി എടുത്തോണ്ട് വരാം. ഹലോ, ആ ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഇതാണ് ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിയ സാരി. ഇന്ന് ഫംഗ്ഷൻ എടുത്തോണ്ട് വരണം. ഇത് ഞാൻ ഫംഗ്ഷൻ ഒന്നും എടുക്കില്ല. ഫംഗ്ഷൻ എടുക്കുന്നത് ആന്റി വാങ്ങിയ സാരി തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. മാഡം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് ഇഷ്ടമുള്ള സാരി ധരിക്കണമെന്നാ പറഞ്ഞത്. അപ്പോ സ്റ്റെല്ലയ്ക്ക് ഞാൻ വാങ്ങിത്തന്ന ഈ സാരി ഉടുക്കാലോ. പാർട്ടിക്ക് മോഡേൺ ഡ്രസ് ധരിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ ഇത് Yay!